വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ദേവൻ പറയുന്നതെല്ലാം അങ്ങനെ വിഷ്ണു അങ്ങ് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സ്കൂളിലെത്തിയ ശേഷം സത്യമൊക്കെ തിരിച്ചു വന്നതിന് ശേഷം സത്യാമ്മ വന്നപ്പോഴത് പറയാമായിരുന്നു. പക്ഷേ വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു. പ്രൈമറി സ്കൂളിലെ കുട്ടിയെയും കൊണ്ട് നാട് വിട്ടുപോയ ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് അവരെല്ലാവരും എന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ദേവൻ നിൽക്കുകയാണ്. തുടർന്നും ശാരദാമ്മ പറയുന്നുണ്ട്, അന്ന് കളക്ടറേറ്റ് വന്നപ്പോൾ ദേവനെയും ശാലിനിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ സത്യാമ്മ പിന്നെ എല്ലാം കൂടി അങ്ങ് തെറ്റിദ്ധരിച്ചു. ദേവൻ മോൻ അവളുടെ ഭർത്താവാണെന്നും സത്യയുടെ അച്ഛൻ മോനാണെന്നും ഒക്കെ അവർ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു അത് ഓർക്കുന്നുണ്ട്. ദേവൻ ഫോണിൽ കൂടി പറഞ്ഞത്, എടാ കളക്ടറുടെ ഭർത്താവാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞത് വിഷ്ണു ഓർമ്മിക്കുകയാണ്. തുടർന്നും ശാരദാമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവള് സത്യാമ്മയുടെ മുന്നിൽ പെടരുത് എന്ന് മാത്രമേ അന്ന് ആ സ്കൂളിലെ കാര്യത്തിൽ ആലോചിച്ചുള്ളൂ. എല്ലാം അങ്ങ് ബുദ്ധി മോശമായിപ്പോയി, ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് ശാലിനിയോട് ദേവൻ പറയുന്നുണ്ട്, വാ ശാലിനി, നമുക്ക് ഈ രാത്രി തന്നെ പോയി സത്യാമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാമെന്ന്. അന്നേരം സമയമൊന്നും നോക്കണ്ട, നമുക്ക് ഇപ്പം തന്നെ പോയി പറയാമെന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതൊന്നും നടക്കില്ല, സത്യാമ്മ എന്നെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ വരെ ഞാനൊരു പെട്ടിയിലാക്കി സത്യാമ്മയുടെ മുന്നിലേക്ക് കൊണ്ടു ചെന്നാൽ നീ എന്തിനായി മിന്നാമിനിങ്ങിന് ഇവിടെ കൊണ്ടുവന്നത് എന്ന് മാത്രമേ സത്യാമ്മ ചോദിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ വേറെ വേഷം കെട്ടലുമായിട്ട് ഞാൻ ചെന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും. എന്തിന് സത്യാമ്മയെ പറയുന്നു, പ്രാണനെ പോലെ സ്നേഹിച്ച വിഷ്ണുവേട്ടന് പോലും എന്നെ വേണ്ടാതായില്ലേ, മറ്റൊരു പെണ്ണിനെ താലി കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, എനിക്കറിയാവുന്ന വിഷ്ണുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നും പറഞ്ഞ് ശാലിനിയെ ഞങ്ങളിടിച്ച് കരയുകയാണ്. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിനെ ആകെ സങ്കടമാവുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, സത്യയെക്കുറിച്ചുള്ള രഹസ്യം തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകമാണിത്. പക്ഷേ തൻ്റെ വിഷ്ണുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, തന്നോട് എനിക്കിതൊന്നും പറയാനും വയ്യല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ആകെ വിഷമിക്കുകയാണ്. ശാലിനി അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ അമ്മ ശാലിനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നും അവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് പിന്നെ ശാലിനി പറയുന്നുണ്ട്, അന്ന് വിഷ്ണുവേട്ടനും പിന്നെ സത്യാമ്മയും കൂടി കളക്ടറേറ്റിൽ വന്നപ്പോൾ തേജസ്വിനിയും ദേവേട്ടനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു, അന്ന് അവർ വന്നതുപോലും നമ്മൾ അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് പിന്നെ സത്യയുടെ കാര്യം, മോളുടെ കാര്യം പറഞ്ഞാലോ എന്നിങ്ങനെ ദേവൻ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കാതോർക്കുന്നുണ്ട്, പറ ശാലിനി, ആ രഹസ്യം പറ എന്നിങ്ങനെ പറയുമ്പോൾ അതെന്നെ കൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല, അത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, അത് പറയാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ ശാലിനി തീർത്ത് പറയുമ്പോൾ അവിടെ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ശാലിനി ആ സത്യം പറയില്ല എന്നുള്ളത്. പക്ഷേ വിഷ്ണുവിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശാലിനി എന്തോ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും സത്യയെക്കുറിച്ചുള്ള എന്തോ രഹസ്യമുണ്ടെന്നും ഇനി വിഷ്ണു അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ്. തുടർന്ന് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് മാറി പോവുകയാണ്. വിഷ്ണു അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ശാലിനിയോട് ദേവൻ വീണ്ടും അങ്ങ് സംസാരിക്കുകയാണ്, നമ്മുടെ കാര്യമൊക്കെ ഒരു പ്രശ്നം സോൾവ് ആയിട്ട് വന്നപ്പോൾ ശാലിനിയുടെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്. അന്നേരം അന്നുള്ള ശാലിനി അല്ലല്ലോ ഇന്നുള്ളത്, അന്ന് ശാലിനിക്കൊരു കച്ചിത്തുരുമ്പുണ്ടായിരുന്നു. എന്തൊക്കെ പ്രളയങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ സങ്കടങ്ങൾ താണ്ടിയാലും ഞാൻ സ്നേഹിക്കുന്ന വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയില്ലേ, അന്നും ശാലിനി ഒറ്റയ്ക്ക് ഇന്നും ശാലിനി ഒറ്റയ്ക്ക് എന്നും പറഞ്ഞ് ശാലിനി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഫ്ലൈറ്റിന് സമയമായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദേവൻ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഇനി സമയമുണ്ടല്ലോ ശാരദാമ്മയെ, വിശദമായിട്ട് തന്നെ വിളിച്ചു കളയാമെന്ന് ദേവൻ ഒരു ഒഴുക്കം മട്ടി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അടുത്ത മാസമല്ലേ കല്യാണം എന്നുള്ളത്. അന്നേരം അത് നമ്മൾ രണ്ടുപേരും, ഞാനും തേജസ്വിനിയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, വിഷ്ണുവും ശാലിനിയും ഒന്നിച്ചതിന് ശേഷമേ ഞങ്ങൾ ഒന്നിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ആകെ വിഷമം വരികയാണ്. അന്നേരം അത് ദേവേട്ട എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് വെറും ഒരു വിശ്വാസം മാത്രമല്ല ശാലിനി എന്ന് പറഞ്ഞിട്ട് ദേവനങ്ങ് ഇറങ്ങി പോവുകയാണ്. വണ്ടിയെടുത്ത് ബുള്ളറ്റ് എടുത്ത് ദേവനങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, തേജസ്വിനിയും ദേവനുമൊക്കെ നിന്നോട് ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ടാണ് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരിതൊക്കെ പറയുന്നത് എന്ന് പറയുകയാണ്. നമുക്ക് ദേവൻ പറഞ്ഞതുപോലെ സത്യയുടെ കാര്യമൊക്കെ സത്യാമ്മയോട് പറയാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവർക്ക് ദേവേട്ടനും തേജസ്വിനിയും ഒക്കെ സത്യ എൻ്റെ മകളാണ്, വിഷ്ണുവേട്ടൻ്റെ മകളാണ് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇരട്ട പ്രസവിച്ചതാണെന്നും പപ്പി അതിലുണ്ടെന്നും ഇപ്പോൾ ശ്യാമയുടെ മകളായി വളരുന്നു എന്നൊന്നും അവർക്കറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്താനാണ്? വിഷ്ണുവേട്ടൻ ഇപ്പോൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നില്ലേ, ശ്യാമയും രോഹിത്തും പപ്പിയും എങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോടെ, ആ രഹസ്യം എൻ്റെ ചിതയിൽ തന്നെ കത്തി അമർന്നോട്ടെ എന്നിങ്ങനെ ആകെ സങ്കടപ്പെട്ട് ശാലിനി ഒരു ഒറ്റ വാക്കുപോലെ എങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ മോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് ശാരദാമ്മയുടെ സങ്കടമൊന്നും കാണാനാകാതെ ശാലിനി അകത്തേക്ക് പോയി പൂജാമുറിയിലേക്ക് പോയി നിൽക്കുകയാണ്, കരഞ്ഞു നിൽക്കുന്നുണ്ട്. അതേസമയം ശാരദാമ്മയും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, എന്താവും എന്നുള്ളത്.
അതിനിടയ്ക്ക് ദേവൻ ചോദിക്കുക ചെയ്യുന്നുണ്ട്, വിഷ്ണുവിനോട് സത്യയുടെ കാര്യം പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്ന് തീർത്ത് ശാലിനി പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നതൊക്കെ. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ കാർത്തികയാണെങ്കിൽ ആ മധുശ്രീ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുകളിൽ നടക്കുകയാണ്. എങ്ങനെയും വിഷ്ണു പോയ വിവരം സത്യഭാമയെ അറിയിക്കണമെന്നുള്ളത്. ഈ സമയത്ത് സത്യഭാമ ഇങ്ങനെ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറി വരികയാണ്. അന്നേരം രക്ഷപ്പെട്ടു, സത്യാമ്മ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മോൾ ഉറങ്ങില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉറക്കം വന്നില്ല, ഞാൻ കരുതി സത്യാമ്മ ഉറങ്ങിക്കാണുമെന്നാണ് എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. അന്നേരം എനിക്ക് അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കമൊന്നും വന്നില്ല, സങ്കടമൊക്കെ വരുന്നു, അല്ല അവൻ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എന്നിങ്ങനെ പറഞ്ഞ് കാർത്തിക തപ്പുകയാണ്. അന്നേരം അവനിവിടെ ഇല്ലേ എന്നിങ്ങനെ അവൻ എവിടെ പോയി ചോദിക്കുകയാണ്. അന്നേരം റൂമിലില്ല എന്ന് പറയുമ്പോൾ എവിടെ പോയിന്ന് വീണ്ടും വീണ്ടും ഭാമ ചോദിക്കുമ്പോൾ ഒരുവിധം ഇങ്ങനെ കാർത്തിക പറഞ്ഞൊപ്പിക്കുന്നുണ്ട്, എനിക്ക് എവിടെ പോയെന്നൊന്നും അറിയില്ല, പിൻവാതിൽ കൂടി ഇറങ്ങി പോകുന്നത് കണ്ടു എന്നിങ്ങനെ പെട്ടെന്നങ്ങ് കാർത്തിക പറയുകയാണ്. ഈ സമയത്ത് വിഷ്ണു അവിടെ മുറ്റത്ത് വരുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് സത്യഭാമ കാർത്തികയോട് പറയാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അന്നേരം നീ എവിടെ പോയിരുന്നടാ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കാറ്റ് കൊള്ളാനായിട്ട് നീ ഇവിടെ ഈ റൂമിലെ വീട്ടിലെ കാറ്റൊന്നും നിനക്ക് പോരെ, നീ വണ്ടിയും എടുത്ത് എവിടേക്കാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് വെറുതെ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു പറഞ്ഞിട്ടങ്ങ് റൂമിലേക്ക് കയറാൻ പോവുകയാണ്. തുടർന്ന് സത്യഭാമ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ അവളെ കാണാനായിട്ട് പോയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ വിഷ്ണു ആണെങ്കിൽ കാർത്തികയെ നോക്കുകയാണ്. അന്നേരം കാർത്തിക അങ്ങ് തലവനിച്ച് നിൽക്കുന്നുണ്ട്. നീ അവളെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഇവളുടെ മുമ്പിൽ വെച്ച് എനിക്ക് ചോദിക്കുന്നതിന് മാനക്കേടുണ്ട്, നീ അതും കൂടി ഈ സത്യഭാമയുടെ തലയിലേക്ക് ഇട്ട് തന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അമ്മയെ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു വീണ്ടും കള്ളം പറയാനായിട്ട് വരുമ്പോൾ വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ഭാമ ഇങ്ങനെ തലയിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കൈവച്ച് സത്യം പറയടാന്ന് പറയുമ്പോൾ വിഷ്ണു കൈ അങ്ങ് പിടിച്ച് മാറ്റുകയാണ്. തുടർന്ന് വിഷ്ണുവിടെ സത്യം പറയുന്നുണ്ട്, ഞാൻ ദൂരെ നിന്നൊന്ന് കണ്ടതേ ഉള്ളൂ, അടുത്ത് പോയി സംസാരിച്ചൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്തിനാടാ നീ ഇവളെ ഇവിടെ താലി കെട്ടി കൊണ്ടുവന്നത്, ഇവളുടെ ആവശ്യം എന്തുമായിരുന്നു, നിനക്ക് ശാലിനിയോടുള്ള പ്രേമം തലയ്ക്ക് കയറി നിൽക്കുകയാണെങ്കിൽ ഇവളെ കണ്ണ് കെട്ടാതിരിക്കാനാണോ ഇവിടെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് കുറേ വഴക്ക് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കാർത്തികയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം കാർത്തിക മനസ്സിൽ പറയുകയാണ്, സോറി വിഷ്ണുവേട്ട, മധുശ്രീയുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് വിഷ്ണുവേട്ടനെ ഒറ്റ കൊടുക്കേണ്ടി വന്നതാണ്, ഇതെൻ്റെ ജീവിത പ്രശ്നമാണെന്നും പറഞ്ഞ് തല കുനിച്ച് കാർത്തിക നിൽക്കുകയാണ്. തുടർന്നും വിഷ്ണുവിനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്, നീ അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞിട്ട് ചെല്ലു റൂമിലേക്ക് പൊയ്ക്കോ എന്നും പറഞ്ഞ് പറയുകയാണ്. നിൻ്റെ രാത്രി സഞ്ചാരമൊക്കെ നിർത്താനുള്ള വഴി എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒന്നും കാര്യമാക്കാതെ അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് കാർത്തികയോട് ഭാമ പറയുന്നുണ്ട്, മോളെൻ്റെ ഫോണിങ് എടുത്തുകൊണ്ട് വാന്നും പറഞ്ഞ് കാർത്തിക താഴേക്ക് ഭാമ പറഞ്ഞു വിടുകയാണ്. കാർത്തിക ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മോൾ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിലും ജ്യോത്സ്യനെയാണ് ഫോൺ ചെയ്യുന്നത്. ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്, എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, അപ്പോൾ ശാന്തി മുഹൂർത്തത്തിന് ഒരു തീയതി കുറിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ആ റൂമിലേക്ക് കയറുന്ന കാർത്തിക അന്തം വിടുകയാണ്. വിഷ്ണു ഇത് കേട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരം നാളെ തന്നെ ജ്യോത്സ്യർ ഇവിടേക്കൊന്ന് വരണമെന്ന് പറയുമ്പോൾ ശരി സത്യാമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ജ്യോത്സ്യർ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ടെൻഷനിലാവുകയാണ്. വിഷ്ണു അങ്ങ് കാർത്തികയെ നോക്കുന്നുണ്ട്. കാർത്തികയും അങ്ങ് ആകെ ടെൻഷനിലായിട്ട് വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെയും വിഷ്ണുവേട്ടൻ്റെയും വിവാഹം ശരിക്കും കഴിഞ്ഞതാണോ എന്നിങ്ങനെ ശാലിനി ശ്യാമയോട് ചോദിക്കുകയാണ്. അന്നേരം അതെന്താ കുഞ്ഞേച്ചി അങ്ങനെ ചോദിച്ചതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ അമ്പലത്തിൽ വെച്ച് കാർത്തികയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടായ സംഭവങ്ങൾ കാർത്തിക പറയാൻ തുടങ്ങിയതും പിന്നീട് ജയശങ്കർ വേറൊരാളെ കണ്ട് ഇങ്ങനെ ഓടിയതും ഒക്കെ പറയുകയാണ്. അന്നേരം നിനക്ക് ആ കാർത്തികയുടെ മേലൊന്ന് കണ്ണ് വേണം, നീ ശ്രദ്ധിച്ചോളണം എന്നിങ്ങനെ പറയുമ്പോൾ ശരി കുഞ്ഞേച്ചി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് അത്രേ കാണിക്കുന്നുള്ളൂ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ ശ്യാമ കണ്ടുപിടിക്കും വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അതിനുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അതിനുശേഷം ശാലിനിയോട് പറയുന്നതും ഒക്കെയാണ് അടുത്ത എപ്പിസോഡുകൾ. അതിന് മുന്നേ സത്യം കണ്ടുപിടിക്കാനായിട്ട് സത്യയുടെ രഹസ്യം കൂടി കണ്ടുപിടിക്കാനായിട്ട് വിഷ്ണു ഇറങ്ങുന്നതും ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്